ദൈവത്താൽ വഴി നടത്തപ്പെടുന്നവരാകുക. പുറപ്പാട് പുസ്തകം 13:21. അവർ പകലും രാവും യാത്ര ചെയ്യാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിൽ അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിനും രാത്രി അഗ്നിസ്തംഭത്തിൽ യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. ജീവിതം ഒരു യാത്രയാണ്. യാത്രയിൽ പല വഴികളിലൂടെ, വഴിത്തിരിവുകളിലൂടെ നാം മുൻപോട്ട് പോകും. എന്നാൽ പല സമയങ്ങളിലും വഴിതെറ്റിപ്പോകാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുകയാണ്, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പകൽ അവർക്ക് വഴി കാണിപ്പാൻ തക്കവണ്ണം മേഘസ്തംഭവും രാത്രി അവർക്ക് വെളിച്ചം കാണിപ്പാൻ തക്കവണ്ണം അഗ്നിസ്തംഭവും മായി യഹോവയുടെ സാന്നിധ്യം അവർക്ക് മുൻപിൽ നടന്നു. ജീവിതത്തിൽ പലപ്പോഴും വഴിത്തിരിവുകൾ കടന്നു വരുമ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം, എതിലേ പോകണം, ഏത് ജീവിത സാഹചര്യങ്ങളെ നാം അഭിമുഖീകരിക്കണമെന്ന് ചിന്തിച്ച് വലഞ്ഞു പോകുന്ന മണിക്കൂറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ റോമാലേഖനം 8:14 ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. അത് എല്ലാ അവസരങ്ങളിലും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് നടക്കുവാൻ തക്കവണ്ണം ദൈവാലോചന ചോദിക്കുന്നവരായി നാം തീരേണ്ടിയിരിക്കുന്നു. ദൈവഹിതം അന്വേഷിക്കുകയും ദൈവികമാകുന്ന ആലോചനയ്ക്കായി നാം കാത്തിരിക്കുകയും ചെയ്യണം. ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ വഴി നമുക്ക് ചൊവ്വായി തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ അതിൻ്റെ അവസാനമോ മരണവഴിയെന്ന് സദൃശ്യവാക്യം 14:12 പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവമൊരുക്കുന്ന വഴികൾ മരണവഴികളല്ല, അത് സുസ്ഥിരമായ വഴികളും അനുഗ്രഹത്തിൻ്റെ വഴികളുമാണ്. അതുകൊണ്ട് ദൈവമൊരുക്കുന്ന വഴിയിലൂടെ നടക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവാലോചനയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടുന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. സങ്കീർത്തനം 27:14 യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. വഴി കാണാൻ കഴിയാതെ അലഞ്ഞു നടക്കുമ്പോൾ, ജീവിതത്തിൽ തകർച്ചയും നിരാശയും വ്യാകുലതയും സംഭവിക്കുമ്പോൾ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. കാരണം നിർണായകമാകുന്ന വഴിത്തിരിവുകളിലെല്ലാം ദൈവമക്കളോട് ചേർന്ന് മുൻപടയായി പിൻപടയായി ദൈവസാന്നിധ്യം പലപ്പോഴും ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ദൈവം ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ വഴിത്തിരിവുകളിലും ദൈവസാന്നിധ്യവും നന്മയും അനുഗ്രഹവും അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും സമാധാനത്തിനും കാരണമായി തീരും.